ഗർഭാശയ മുഴകൾ എന്ന് വളരെ കോമൺ ആണ്. അപ്പൊ അതിൽ ഏത് സിറ്റുവേഷനിലുള്ള കേസസ് ആണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്? ഗർഭാശയമുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് 3 തരത്തിലാണ് കാണാറുള്ളത്. അത് അതിന്റെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഗർഭാശയത്തിന്റെ പുറത്തേക്ക് വന്ന യൂട്രസിന്റെ പുറത്തേക്ക് വളരുന്ന മുഴയാണ് സബ്സ്യൂറസ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഗർഭാശയ ഭിത്തിയിൽ ഉണ്ടാവുന്ന മുഴയാണ്, അതിന്റെ മസിലിനകത്ത് ഉണ്ടാവുന്ന മുഴയാണ് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളിലേക്ക് ഗർഭം ഉണ്ടാവുന്ന സ്ഥലത്ത് ഉള്ളിലേക്കായിട്ട് വളരുന്ന മുഴയാണ് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്. സാധാരണഗതിയിൽ സബ്സീറസ് ഫൈബ്രോയിഡ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ല. ഒരുവിധം ഒരു 10 സെന്റിമീറ്റർ വലുപ്പം വെച്ചാൽ കൂടിയും അതിന് കാര്യമായിട്ടുള്ള രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. നേരെ മറിച്ച് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡും സബ്മ്യൂക്കസ് ഫൈബ്രോയിഡും ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരം മുഴകളാണ്. ചിലപ്പോൾ അത് ബ്ലീഡിംഗ് ഉണ്ടാക്കും, ഹെവി ബ്ലീഡിംഗ് ഉണ്ടാക്കും. നല്ല വയറുവേദന ഉണ്ടാവും, കടുത്ത വയറുവേദന ഉണ്ടാവും പീരിയഡ് സമയത്ത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ നോക്കുമ്പോൾ ചിലപ്പം രോഗലക്ഷണമായിട്ട് വളർച്ച ഉണ്ടാവാം. ചിലപ്പം മുഴ യാദൃശികമായിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അത് എവിടെയാണ് പൊസിഷൻ എന്നുള്ളത് ആദ്യം നിശ്ചയിക്കും. അതിനുശേഷം അത് കുഴപ്പമുള്ള മുഴയാണോ എന്ന് അറിയാൻ ബാക്കിയുള്ള രക്തപരിശോധനകളും എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അതിനുള്ള ചികിത്സാ രീതി നിശ്ചയിക്കും. അതായത് പലപ്പോഴും ചില മുഴകൾ 4 സെന്റിമീറ്ററിന് ചോടയുള്ള മുഴകൾ നമുക്ക് ചിലപ്പം കാര്യമായിട്ടുള്ള ചികിത്സ ഒന്നും തന്നെ വേണ്ടി വരാറില്ല. ജസ്റ്റ് ഫോളോ അപ്പിൽ വെച്ചാൽ മതി. കൊല്ലം കൊല്ലം നമുക്ക് സ്കാൻ ചെയ്താൽ നേരെ മറിച്ച് 4 സെന്റിമീറ്ററിന് മുകളിലോ അല്ലെങ്കിൽ അവർക്ക് വളർച്ച ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് രോഗലക്ഷണങ്ങളായിട്ടുള്ള കടുത്ത വയറുവേദന ഉണ്ടാക്കുന്നു, അതേമാതിരി ബ്ലീഡിങ് ഹെവി ആയിട്ട് പോകുന്നു, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ചെറിയ മുഴകളാണെങ്കിൽ കൂടി നമുക്ക് ചികിത്സ വേണ്ടി വരാറുണ്ട്.